മണി ഹീസ്റ്റ് പോലുള്ള സംഭവബഹുലമായ മോഷണ ശ്രമങ്ങളെ വിവരിക്കുന്ന നിരവധി സീരീസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇനി പറയുന്നത് കാനഡയുടെ ചരിത്രത്തിൽ തന്നെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കവർച്ച എന്ന് വിശേഷിപ്പിക്കപ്പെട്ട, അതും ഇന്ത്യക്കാർ ഉൾപ്പെട്ട ഒരു വൻ സംഭവത്തിന്റെ ചുരുളഴിഞ്ഞ വാർത്തയാണ്. നെറ്റ്ഫ്ലിക്സ് സീരീസിലെ ഒരു ക്രൈം ത്രില്ലറിന്റെ സ്ക്രിപ്റ്റിനെ അനുസ്മരിപ്പിക്കുന്ന ഇതിവൃത്തമെന്ന് ഉദ്യോഗസ്ഥർ പോലും പ്രതികരിച്ച ഈ സംഭവം നടന്നത് 2023 ഏപ്രിലിൽ ടൊറന്റോയിലെ പിയേഴ്സൺ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. സ്വർണവും പണവും തോക്കുകളും ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ വൻ ശൃംഖലയായിരുന്നു ഈ കവർച്ച. ടൊറന്റോയിലെ പിയേഴ്സൺ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് സംഭവം നടക്കുന്നത്. 2023 ഏപ്രിൽ 17 നടന്ന ഈ മോഷണത്തിൽ അമ്പരപ്പിക്കുന്ന സമ്പത്ത് ഒരു വിശദീകരണവുമില്ലാതെ പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷമാവുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 17 സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിൽ നിന്ന് എയർ കാനഡ വിമാനത്തിൽ ഒരു കാർഗോ കണ്ടെയ്നർ പിയേഴ്സൺ ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി. സൂറിച്ചിൽ നിന്ന് ടൊറന്റോയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഒരു സ്വിസ് ബാങ്ക് ബ്രിങ്സ് കമ്പനിയെയായിരുന്നു ഏർപ്പാടാക്കിയിരുന്നത്. ഇതേ തുടർന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ രാജ്യത്തേക്ക് എയർലിഫ്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എയർ കാനഡ ഏറ്റെടുത്തു. 400 കിലോ സ്വർണവും $250 ലക്ഷം മൂല്യമുള്ള വിദേശ കറൻസിയുമായിരുന്നു ആ കാർഗോയ്ക്കുള്ളിലുണ്ടായിരുന്നത്. എന്തായാലും എയർപോർട്ടിലെത്തിയ കാർഗോ സുരക്ഷിതമായി എയർപോർട്ടിലെ കാർഗോ ഫെസിലിറ്റിയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ വൈകുന്നേരം 6:30 ഒരു ട്രക്ക് ലോഡിംഗ് ഡോക്കിൽ ഒരു വ്യാജ എയർവേ ബില്ലുമായി എത്തി. കാരണം വിദേശ കയറ്റുമതികൾക്ക് എയർവേ ബില്ലുകൾ ആവശ്യമാണ്. അങ്ങനെ ഈ ട്രക്കിലേക്ക് സ്വർണ്ണക്കട്ടികളും നോട്ടുകളും നിറച്ച ആ കാർഗോ കയറ്റുന്ന ദൃശ്യങ്ങൾ അവിടുത്തെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. തുടർന്ന് 3 മണിക്കൂറിനു ശേഷം ബ്രിങ്സിലെ ജീവനക്കാർ സാധനങ്ങൾ എടുക്കാനെത്തിയപ്പോഴാണ് കാർഗോ അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കുന്നത്. ഈ മോഷണ പദ്ധതിയുടെ കേന്ദ്രം എയർ കാനഡയിൽ ജോലി ചെയ്തിരുന്ന വ്യക്തികൾ തന്നെയായിരുന്നുവെന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. അവർ മോഷണം സുഗമമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതേസമയം ചരക്ക് മോഷണം പോയതിന് പിറ്റേന്ന് രാവിലെ അന്താരാഷ്ട്ര അധികാര പരിധിയിൽ വ്യാപിച്ച അന്വേഷണം ഉദ്യോഗസ്ഥർ ആരംഭിച്ചു. അങ്ങനെ മാസങ്ങൾ നീണ്ട നിരന്തര അന്വേഷണത്തിന് ശേഷമാണ് അറസ്റ്റുകൾ നടന്നതും വാറണ്ടുകൾ പുറപ്പെടുവിച്ചതും. അന്വേഷണത്തിൽ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വംശജർ ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ ശൃംഖല കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. എന്നാൽ ഇത് വെറുമൊരു കവർച്ചയിൽ അവസാനിക്കുന്നതായിരുന്നില്ല. സംഭവങ്ങളുടെ നാടകീയമായ വഴിത്തിരിവിൽ US കാനഡ അതിർത്തിയുടെ ഇരുവശത്തുമുള്ള പോലീസ് അന്വേഷണത്തിൽ ചേർന്നു. മോഷ്ടിച്ച സ്വർണവും അനധികൃത തോക്കുകൾ കടത്തുന്ന വൻ ശൃംഖലയും തമ്മിലുള്ള ബന്ധം ഇതിലുണ്ടെന്ന് അവർ കണ്ടെത്തി. US ബ്രാംപ്ടണിൽ നടന്ന 25-കാരനായ ഡുറന്റോ കിങ് മാക്സിന്റെ അറസ്റ്റ് ഒരു സമാന്തര ക്രിമിനൽ ശൃംഖലയെയാണ് തുറന്നുകാട്ടിയത്. സ്വർണ്ണ മോഷ്ടാക്കൾ തമ്മിലുള്ള ബന്ധവും കാനഡയിലേക്ക് തോക്കുകൾ കടത്താനുള്ള ഇവരുടെ പദ്ധതിയും അങ്ങനെ വെളിപ്പെട്ടു. കൂടാതെ മോഷ്ടിച്ച സ്വർണം ഉരുക്കി ആഭരണങ്ങൾ പോലെയുള്ള രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് സ്വർണത്തിന്റെ ഉറവിടം മറച്ചുവെക്കാൻ ശ്രമിച്ചതിനുള്ള തെളിവുകളും പോലീസ് പിടിച്ചെടുത്തു. 1 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിലായിരുന്നു അമിത് ജലോട്ട, അഹമ്മദ് ചൗധരി, അലി റാസ, പ്രസാദ് പരമലിംഗ, അർച്ചിത് ഗ്രോവർ, അർസലൻ ചൗധരി, ഡുറന്റോ കിങ് മാക്സ്ലി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്.